പ്രിയപ്പെട്ടവർ, ഈ വൈകുന്നേരം നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു പുസ്തകത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടിയാണ്. ചിലപ്പോൾ ഒരു ഛായാഗ്രാഹകൻ തന്റെ ജീവിതം എഴുതി വെക്കുമ്പോൾ അതിസുന്ദരമായ ഒരു ഓർമ്മകളുടെ പുസ്തകം സംഭവിക്കുകയാണ്. വേണുവിന്റെ ഈ പുസ്തക ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് എസ് ഗോപാലകൃഷ്ണനും പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയായ വേണുവാണ്. പ്രസ്തുത പരിപാടിയിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. ഒരു നല്ല വൈകുന്നേരം ഏതോ വനമധ്യത്തിലെ ഒരു ട്രീ ടോപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മദ്യം കഴിച്ചുകൊണ്ട് വേണുവിനോട് സംസാരിക്കുന്നത് പോലെയുള്ള ഒരനുഭവമായിരുന്നു വ്യക്തിപരമായി എനിക്ക് ചിലപ്പോൾ എന്ന ഈ പുസ്തകം വായിച്ചപ്പോൾ. അങ്ങനെയാണ് വേണു നമ്മോട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. ഒരു വൈകുന്നേരം ഒരുമിച്ചിരിക്കുമ്പോഴായിക്കോട്ടെ, ഈ പുസ്തകത്തിലൂടെ ആയിക്കൊള്ളട്ടെ. അങ്ങനെ നാം എന്നും ഓർത്തിരിക്കുന്ന ഒരു വനരാത്രി പോലെ ഈ പുസ്തകം നമ്മോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഈ പുസ്തകം വായിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് വേണുവിൻ്റെ ഓർമ്മകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം കൂടി ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള വായനാനുഭവം. വേണു സിനിമാറ്റോഗ്രാഫറും സിനിമാ സംവിധായകനും യാത്രികനും യാത്രാ വിവരണം അതിമനോഹരമായി എഴുതുന്നയാളും ഒക്കെയാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന വേണു എന്ന് പറയുന്നത് പച്ചയായ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിലെ സിനിമാറ്റോഗ്രാഫറോ അദ്ദേഹത്തിലെ ചലച്ചിത്ര സംവിധായകനോ അദ്ദേഹത്തിലെ യാത്രികനോ അല്ല, പച്ചയായ മനുഷ്യനാണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഈ മനുഷ്യൻ മനോഹരമാണ് ആ പദം പോലും എന്ന പ്രശസ്തമായൊരു ചൊല്ലുണ്ട്. അത് ശരിയാണെന്ന് വേണു വിശ്വസിക്കുന്നുണ്ട്. അത്തരം പ്രശസ്തമായ ചൊല്ലുകളെയൊക്കെ വെല്ലുവിളിക്കാൻ നമുക്ക് സാധ്യമല്ല. മനുഷ്യൻ തീർച്ചയായിട്ടും, മനുഷ്യനില്ലെങ്കിൽ എന്താണ്, ഒന്നുമില്ല ഇപ്പം നമ്മുടെ അവസ്ഥയിൽ. അപ്പോൾ ആൾ താമസം ഇല്ലാത്ത വീട് പോലെ ഇപ്പം ഒരു മനുഷ്യൻ എന്ന് പറയുന്നൊരു നമ്മുടെ എല്ലാം ചുറ്റും അത്യാവശ്യം വേണ്ട ഒരു എലിമെൻ്റായിട്ട് മാറി ആണല്ലോ. എത്രയോ കാലങ്ങൾ ഓർമ്മ വെച്ചിരുന്നു മനുഷ്യനുണ്ടായ കാലം മുതൽ. അത് തന്നെയല്ല, നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് മനുഷ്യരെ നമുക്ക് വിശ്വസിക്കാനുള്ള ധൈര്യം നമുക്ക് കിട്ടുന്നില്ല പലപ്പോഴും. അത് കുറച്ച് അപകടമാണ്. ഒരു ലക്ഷത്തിൽ ഒരാൾ എന്തോ ഒരു കുഴപ്പം ചെയ്തെന്ന് വിചാരിച്ചിട്ട് ബാക്കി 99,999 പേരെയും സംശയിക്കുന്നതുകൊണ്ടാണ്, വല്ല പേടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ആളുകളെ അവിശ്വസിക്കേണ്ടി വരുന്നതും മാറി നിൽക്കേണ്ടി വരുന്നതും അവരുമായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കേണ്ടി വരുന്നതും. അത് മനുഷ്യൻ തീർച്ചയായിട്ടും പ്രധാനമാണ്. മനുഷ്യരെ പറ്റിയല്ലേ നമ്മൾ എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ കൂടുതൽ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കോമൺ ഫ്രണ്ട്, വളരെ ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു കോമൺ ഫ്രണ്ട് അഡ്വക്കേറ്റ് CS അജയൻ ഇന്ന് നമ്മൾ വിട്ടുപോയി. അതിൻ്റെ ഒരു വേദന കൂടി നമുക്ക് ഈ വൈകുന്നേരം ഉണ്ട്. നല്ല മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അജയനെ കുറിച്ചുകൂടി ഓർക്കാൻ ഈ അവസരം ഞാൻ എടുക്കുകയാണ്. ആ വേദനയുണ്ട് ഞങ്ങൾ രണ്ടുപേരിലും. ചിലപ്പോൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ചിലർ എല്ലായ്പ്പോഴും എന്നുള്ളതല്ല, ചിലപ്പോൾ എന്നുള്ളതാണ്. ചിലർ ഒരു പ്രത്യേക സമയഖണ്ഡത്തിൽ ആണ്. ഈ പുസ്തകത്തിലെ ആദ്യ അധ്യായം MT വാസുദേവൻ നായരെ കുറിച്ചാണ്. MTയുമായി ദശകങ്ങളോളം നീണ്ടുനിന്ന സർഗാത്മക ബന്ധം വേണുവിനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് MTയെ കാണുന്നത് മുതലാണ് ഇത്. എന്നാൽ MTയെ കാണുവാൻ അവസാന കാലത്ത് ആശുപത്രിയിൽ പോകുന്ന കാര്യങ്ങൾ ഈ ലേഖനത്തിൽ വേണു പറയുന്നുണ്ട്. ആ ഭാഗം, ചെറിയൊരു ഭാഗം ഞാൻ വായിക്കാം. നേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ചലിക്കുന്നത് എൻ്റെ നേരെയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ വളരെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇടതു കൈയിലേക്ക് എൻ്റെ വലത് കൈ നീട്ടി അദ്ദേഹം അത് മുറുകെ പിടിച്ചു. ഈ അവസ്ഥയിലും
അദ്ദേഹത്തിൻ്റെ കൈക്കരുത്തിന് കാര്യമായ കുറവൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി. ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൈ കൂടുതൽ ശക്തിയിൽ അമർത്തി. ഞാനും അല്പം ശക്തിയിൽ തിരിച്ചമർത്തി. പെട്ടെന്ന് അതൊരു ബലപരീക്ഷണമായി മാറി. എന്തായിരുന്നു എം ടിയുടെ കൈക്കരുത്ത്? ശാരീരികമായിട്ടും എം ടിക്ക് അങ്ങനെ ഉറപ്പുള്ള ഒരു കൈക്കരുത്തുണ്ടായിരുന്നു. കൈ എഴുതാനുള്ള കരുത്ത്, 2 ശാരീരികമായിട്ടുള്ള കൈയുടെ കരുത്ത്, സമയത്ത് പ്രതികരിക്കാനുള്ള കൈയുടെ കരുത്ത്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ നമുക്ക് പലർക്കും അറിയാൻ വയ്യാത്തൊരു ഇതായിരിക്കും, എം ടി സാറ് ചില ആളുകൾക്കിട്ട് അടി കൊടുത്തിട്ടുണ്ട് പരസ്യമായിട്ട്. കൈക്കരുത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ശാരീരികമായിട്ട് തന്നെ ഒട്ടും പുറകിലല്ലായിരുന്നു ചെറുപ്പകാലത്ത്. അതെ, ഇത് കാരണം ഞാനിത് ഈ പറഞ്ഞത് ശരിയാണ്, ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാനിത് അദ്ദേഹത്തിൻ്റെ കൈ ഞാനൊന്ന് അമർത്തി പിടിച്ചപ്പോൾ പുള്ളി നമുക്ക് ഫീൽ ചെയ്യും, മത്സരിച്ചാണ് പിടിക്കുന്നത്, കൈ അമർത്തുന്നത്. അതൊരു പെട്ടെന്ന് ഈ റിച്ചാർഡ് അറ്റൻബറോ ഗാന്ധിയായിട്ട് അഭിനയിക്കാൻ ബെൻ കിങ്സ്ലിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത്രയും ശാരീരിക ബലമുള്ള ഒരാളിനെ ഈ ഗാന്ധിയെ പോലെ ദുർബലനായ ഒരു മനുഷ്യനായിട്ട് അഭിനയിക്കാൻ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അറ്റൻബറോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗാന്ധിയുടെ ഒരു പടം കാണിച്ചിട്ട്, ഗാന്ധി ഒരു മേശയിൽ ഇങ്ങനെ കൈ കുത്തി നിൽക്കുന്ന ഒരു പടം കാണിച്ചിട്ട് ഈ മസിൽസ് നോക്കാൻ പറഞ്ഞു ഗാന്ധിയുടെ. അതുപോലെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നാം കാണുന്ന എം ടിയുടെ ഈ കൈകളിൽ മുറുകെ പിടിക്കാനുള്ള ആ കൈക്കരുത്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സർഗജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വേണു പറയുകയാണ് ഈ പുസ്തകത്തിൽ. ഈ ഭക്തിയില്ലാത്ത വേണു മൂകാംബികയിൽ കൂട്ടുകാരൻ്റെ വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ക്യാമറയെ ഉറുമ്പുകൾ പൊതിഞ്ഞു. എടുത്ത ചിത്രങ്ങളിലെല്ലാം ഭീമാകാരങ്ങളായ നിഴൽ രൂപങ്ങളായി ഉറുമ്പുകൾ കാണപ്പെട്ടു. ഇത് എഴുതിയിട്ടുണ്ട് വേണു. പിന്നീട് ഒരിക്കൽ മൂകാംബികയിൽ നിന്നും കുടജാദ്രിയിലേക്ക് പോയപ്പോൾ ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവുമുള്ള അട്ടകൾ ആക്രമിച്ച ഒരു രാത്രിയെക്കുറിച്ച് വേണു പറയുന്നുണ്ട്. തങ്കപ്പൻ എന്നൊരാളുടെ കടയിൽ കട്ടൻ കാപ്പി കുടിച്ച കാര്യം എഴുതിയിട്ടുണ്ട്. പെട്ടെന്നാണ് വേണുവിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. അത് ബ്രാക്കറ്റിൽ വേണു എഴുതിയിരിക്കുകയാണ്. അന്ന് അവിടെ ഇരുന്ന് കാപ്പി ഊതി കുടിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു 27 വർഷങ്ങൾക്ക് ശേഷം ഒരു ജനുവരി മാസത്തിൽ തങ്കപ്പൻ മരിക്കുമെന്നും അടുത്ത ദിവസം രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലൊരു കട്ടൻ കാപ്പിയും കുടിച്ചിരുന്ന് ആ വാർത്ത പത്രത്തിൽ വായിക്കുമെന്നും ഇതെല്ലാം വീണ്ടും ഓർക്കുമെന്നും. പഴയ കാര്യങ്ങൾ ഓർക്കുവാൻ ഒരു മനുഷ്യന് പുതിയ കാരണങ്ങൾ വേണം. അതെ അതെ, ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അതായത് ഒന്നുമില്ല, നമ്മൾ ആ മരണവാർത്ത കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തങ്കപ്പനെ ആ സമയത്തൊന്നും ഓർക്കില്ലായിരുന്നു. തങ്കപ്പനെ ഓർത്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ഓർത്തത്. ബാക്കി കാര്യങ്ങൾ ഓർത്തപ്പോഴാണ് എന്നാൽ ശരി ഇത് മറന്നു ഒന്നും ഇപ്പം എഴുതി വെച്ചേക്കാൻ വിചാരിച്ചത്. അങ്ങനെ സംഭവിക്കും. പിന്നെ ഇത് വളരെ പിവട്ടലായിട്ട് ഞാനും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ജപ്പാനൊക്കെ കൂടെ ആണ് അതിന് ശേഷം ഇവിടെ പോയിട്ടുണ്ട്, തങ്കപ്പൻ്റെ കട വരെ. പക്ഷേ അത് കഴിഞ്ഞ് പോയിട്ടില്ല. അപ്പം ചില ഓർമ്മകളെ നമ്മളൊന്ന് ഒന്ന് വൈബ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ വേറെ ചില ട്രിഗറിങ്സ് ആവശ്യം വരും. എല്ലാം ഇങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് മെമ്മറിയിൽ നിന്നോണമെന്നില്ല. നമ്മളൊരാളെ കാണുമ്പോഴായിരിക്കും ഒരാളുടെ കാര്യം ഓർക്കുന്നത്, അങ്ങനെ വരില്ല. ഇങ്ങനെയാണ് ഈ പുസ്തകത്തിലെ ഓർമ്മ വർക്ക് ചെയ്യുന്നത്. ഓർമ്മകൾ പഴയ കാലങ്ങളായിട്ട് ഒരു തളം കെട്ടി നിൽക്കുന്നതല്ല. ഇത് പുതിയ കാലവുമായും നാം ജീവിക്കുന്ന കാലവുമായും വേണു അത് എഴുതുന്ന ആ ദിവസവുമായും ഈ ഓർമ്മകളെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഓർമ്മകളെല്ലാം മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവരും അറിയാം, ചലച്ചിത്രകാരന്മാർ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട് എന്ന്. ഓർമ്മകളുടെ സമാഹാരങ്ങൾ, ആത്മകഥകൾ എഴുതാത്ത ആളുകൾ ഓർമ്മകളുടെ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഋത്വിക് ഘട്ടക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടില്ല, ഗുദാദ് ആത്മകഥ എഴുതിയിട്ടില്ല. പക്ഷേ അവരുടെ എല്ലാം ഓർമ്മകളെല്ലാം പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. മലയാളികൾ, ചലച്ചിത്ര പ്രണയികളായിട്ടുള്ള മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഒരു ആത്മകഥ തർക്കോവ്സ്കിയുടെ സ്കൾപ്റ്റിംഗ് ഇൻ ടൈം ആയിരിക്കണം. അതുപോലെ കുറസവയുടെ സംതിങ് ലൈക്ക് ആൻ ഓട്ടോബയോഗ്രഫിയും, ബുനുവലിൻ്റെ മൈ ലാസ്റ്റ് സൈയും, ചാപ്ലിൻ്റെ മൈ ഓട്ടോഗ്രഫിയും,
മൈ ഓട്ടോബയോഗ്രഫിയും എല്ലാം. അതുപോലെ തന്നെ സത്യചിത്ര ആയിക്കട്ടെ 2 ഓർമ്മക്കുറിപ്പുകൾ എഴുതി, ചൈൽഡ്ഹുഡ് ഡേയ്സും മൈ ഇയേഴ്സ് വിത്ത് അപ്പു. ഓക്കെ, വേണുവിൻ്റെ രചനകളുടെ ഒരു പ്രത്യേകത അത് ചലച്ചിത്ര ചിന്തകളോ ചലച്ചിത്ര കലാരചനയുടെ ഭാഗമായുള്ള ആത്മകഥനങ്ങളോ അല്ല എന്നുള്ളതാണ്. എന്നാൽ വേണു എഴുതിയതിലെല്ലാം, വേണുവിൻ്റെ ചലച്ചിത്ര പ്രവർത്തനങ്ങളിലെല്ലാം, വേണുവിൻ്റെ വ്യക്തിജീവിതത്തിലും വേണുവിൻ്റെ സാമൂഹ്യ ജീവിതത്തിലും ഒരു ഇൻ്റഗ്രൽ വേണു ഉണ്ട്, ഒരു സമഗ്ര വേണു ഉണ്ട്. അതിന് ഞാനൊരു സമാന്തരം കാണുന്നത് അരവിന്ദനിലാണ്. ഇങ്ങനെ ഒരു സമഗ്ര വേണു എന്ന് പറയുന്നതിൻ്റെ ഒരു സമാന്തരം. അരവിന്ദനെ നമുക്ക് സിനിമകളിൽ കാണാം, അരവിന്ദനെ നമുക്ക് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന ഗ്രാഫിക് കഥനത്തിൽ കാണാം, അരവിന്ദൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം, ഇടയ്ക്ക് പാട്ടുപാടുന്ന അരവിന്ദനിൽ നമുക്ക് കാണാം ഈ സമഗ്ര അരവിന്ദനെ. അങ്ങനെയൊന്നാണിത്. വേണുവിൻ്റെ അതിമനോഹരമായ യാത്രാവിവരണങ്ങളിലും ചിലപ്പോൾ എന്ന ഈ ഓർമ്മക്കുറിപ്പുകളിലും വേണു പലപ്പോഴായി നൽകി വരാറുള്ള വീഡിയോ അഭിമുഖങ്ങളിലും ഇപ്പോൾ വേണു നമ്മളോട് സംസാരിക്കുന്നതിലുമെല്ലാം ഈ സമഗ്ര വേണുവിനെ കാണാൻ കഴിയും. ഈ സമഗ്ര വേണുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നത് റെസ്റ്റ്ലെസ്നെസ്സിൻ്റെ ഒരു എസ്തെറ്റിക്സാണ്. അടങ്ങിയിരിക്കാൻ വയ്യാത്തതിലെ ലാവണ്യം ആണ് വേണു. അസ്വസ്ഥമായ ഒരു വെമ്പലാണ് ഈ എസ്തെറ്റിക്സിൻ്റെ, ആ വ്യക്തി ജീവിതത്തിൻ്റെ കലാമർമ്മം. അത് ഏറ്റവും നന്നായി പ്രതിഫലിക്കുന്ന ഒന്നാണ് ചിലപ്പോൾ എന്ന ഈ പുസ്തകം. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. കുടജാദ്രിയിലേക്ക് പോകുന്ന വേണുവിനെ ഇൻസ്പയർ ചെയ്യുന്നത് പണ്ട് അവിടെ പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന ശങ്കരാചാര്യരോ അവിടെ പൊതുവേ ആളുകൾക്ക് കിട്ടുന്ന മനഃശാന്തിയോ പ്രാർത്ഥനാഭരിതമായ അവിടുത്തെ നിശബ്ദതയോ ഒന്നുമല്ല. ഒരു വീടിൻ്റെ മുൻപിൽ മേഞ്ഞു നിന്നിരുന്ന ഒരു പശു 10-20 അടി താഴ്ചയിലേക്ക് വീണതാണ്. അത് അവിടെ അനക്കമില്ലാതെ കിടക്കുന്നതാണ്. ഒരു സ്ത്രീ അതിനെ കുലുക്കി ഉണർത്താൻ ശ്രമിക്കുന്നതാണ്. പിന്നീട് ആ പശുവിൻ്റെ മരണമാണ്. വേണുവിൻ്റെ കണ്ണുകൾ അങ്ങനെയാണ്. പാടിപ്പതിഞ്ഞ ദൃശ്യഭംഗികളിലോ പാടിപ്പതിഞ്ഞ ലോകഭാഷ്യങ്ങളിലോ വേണുവിൻ്റെ കണ്ണ് ഉടക്കി നിൽക്കില്ല. അത് റെസ്റ്റ്ലെസ്സാണ്. എൻ്റെ ചോദ്യം, എന്നാണ് വേണു ഇനി സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പോകുന്നത്? സ്വസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അതായത് നമ്മൾ ഇപ്പം കോലേഷൻ സ്വസ്ഥമായിട്ട് പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞാൽ അതൊരു തരം സ്വസ്ഥതയാണ്. ഒന്നും ചെയ്യാനില്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുന്ന വേറെ സ്വസ്ഥതയാണ്. പക്ഷേ അതൊക്കെ അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകുള്ളൂ നമ്മളെ ഇവൻച്വലി. അപ്പോൾ ഈ ചില ആളുകളുടെ ഒരു മനോഭാവമായിരിക്കും അത്. ഈ പറഞ്ഞ പോലെ ഒരു സുരേഷ് പ്രഭു സ്വസ്ഥമായിട്ടിരിക്കുമോ? അപ്പം എനിക്കറിയാം സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഉത്തരവാദിത്തമില്ലായ്മയാണോ, ആഘോഷമാണോ, സമാധാനമാണോ, അതോ മനഃശാന്തിയാണോ, അതോ ഇനിയിപ്പോൾ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നാകുകയാണോ? എന്താണ് സ്വസ്ഥത തരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ള എന്നോട് പലരോടും നമ്മുടെ അടുത്ത ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സമാധാനം മാത്രം കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. പക്ഷേ അതൊരു വലിയ കണ്ടീഷനാണ്. മനസ്സമാധാനം കിട്ടണമെങ്കിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ വേറെ വേണം. അപ്പോൾ അതുകൊണ്ട് സ്വസ്ഥത, മനസ്സമാധാനം എന്നൊക്കെ പറയുന്നതിന് നമുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതിനെ ചാനൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അറിയാൻ വയ്യ, അത് വരുന്ന പോലെ വരികയല്ലേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എൻ്റെ അടുത്ത ഈ പുസ്തകത്തിനെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. വേണുവിലൊരു ഒരു ഒരു അനാർക്കിസ്റ്റുണ്ട്, ഒരു അരാജകൻ ഉണ്ട്. പക്ഷേ വേണു തന്നെ ചങ്ങലക്കിട്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു ചണ്ടമാരുതനാണ് ഈ അരാജകൻ. വേണു അതിനാൽ ഈ അരാജകനെ അപരനായിട്ട് നിർത്തിയിരിക്കുകയാണ്. വേണുവിലെ ഈ അരാജകനെ അപരനായിട്ട് നിർത്തിയിരിക്കുകയാണ്. സ്വന്തം മുറിയിൽ എപ്പോഴും കൂടെയുള്ള അപരനാണ് ഇത്. സോളോ യാത്ര ചെയ്യുന്ന വേണുവിൻ്റെ കാറിലെ മുൻ സീറ്റിൽ ഇരിക്കുന്ന ഒരപരനാണ് വേണുവിലെ ഈ അരാജകൻ. ഈ പുസ്തകത്തിൽ ഫ്രം ദി പ്ലാനറ്റ് ഓഫ് മാർസ് എന്നൊരു ലേഖനമുണ്ട്. അമ്മ അറിയാൻ എന്ന സിനിമയുടെ ആലോചനാകാലത്തിൽ നടന്ന സംഭവമാണിത്. വയനാട്ടിലെ പൂക്കോട് തടാക തീരത്തെ ആശ്രമത്തിലെ സ്വാമി ആശ്ചര്യചര്യയുടെ ശിഷ്യൻ
ശിഷ്യൻ്റെ കണ്ണിലേക്ക് അനാധ്യാത്മികമായി തറപ്പിച്ചു നോക്കി ആ സ്വാമിയെ പരാജയപ്പെടുത്തിയ ശോഭീന്ദ്രനും കൂടെയുണ്ടായിരുന്ന ജോൺ എബ്രഹാമും വേണുവുമാണ് ഈ ലേഖനത്തിലുള്ളത്. വേണു എങ്ങനെയാണ് വേണുവിലെ ഈ അരാജകനെ ഇങ്ങനെ മെരുക്കി നിർത്തിയിരിക്കുന്നത്? അതിനുവേണ്ടി ഒരു വലിയ സമ്മർദ്ദം വേണു നിരന്തരം അനുഭവിക്കുന്നുണ്ടായിരിക്കണം. സമ്മർദ്ദങ്ങൾ പലതുണ്ട്, പക്ഷേ അത് ഇങ്ങനെ ഈ മെരുക്കലിന് വേണ്ടിയുള്ളതാണെന്നുള്ള കാര്യം ഒരു പിടിയില്ല. ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും എന്നെ കൺട്രോൾ ചെയ്യാറൊന്നും ഇല്ല. കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതെന്ന് പലരും പറയാറുണ്ട്, പക്ഷേ ഞാനങ്ങനെ ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അറിഞ്ഞൂടാ, നമുക്കൊക്കെ ഇല്ല കാണില്ല രണ്ട് തരത്തിലുള്ള ആളുകൾ, രണ്ട് തരത്തിലുള്ള ഭാവങ്ങൾ. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാൾ, പുറത്ത് വേറൊരാൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാകില്ലേ. എനിക്ക് അങ്ങനെ ഇല്ലെങ്കിലും ഈ ചിലർ പറയും നിങ്ങളുടെ ശരിയായ ക്യാരക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ യഥാർത്ഥ പിന്നെ സ്വഭാവം എന്ന് പറയും. അത് ഈ പറഞ്ഞ പോലെ ഗോലക്ഷ്മൻ പറഞ്ഞ ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ അതും ശരിയാകാൻ വഴിയില്ല. കാരണം ഞാൻ ആളുകളായിട്ട് ഒരുപാട് കമ്പനി ആസ്വദിക്കുന്ന ആളാണ്, ഗോലക്ഷ്മൻക്ക് അറിയാവുന്നതല്ലേ. അപ്പം തനിച്ചിരിക്കുക എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ തനിച്ചെല്ലാം ചെയ്യാമെന്നൊന്നും പറയുന്ന അങ്ങനെ നിർബന്ധ ബുദ്ധിയേ എനിക്കുള്ള ആളല്ല. അപ്പം അതിനെ ഒരു അരാജകത്വമായിട്ടോ അല്ലെങ്കിൽ ഒരു അസാധാരണ സംഭവമായിട്ടോ ഞാൻ കാണുന്നില്ല. പക്ഷേ വർഷം പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പം ആണ് കേൾക്കുന്നത്, ഞാനത് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ചിലപ്പോൾ അത് ശരിയായിരിക്കും. എല്ലാവർക്കും ഒരു അപരൻ ഉണ്ടായിരിക്കും. നമ്മളെ ചിലപ്പോൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ വഴി മാറ്റിവിടാനോ അല്ലെങ്കിൽ വഴി തെറ്റിക്കാനോ പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ടെന്ന് പറയുന്ന പോലെ ആയിരിക്കും. അല്ല വേണു, ഈ കൂടുതൽ സമയം വ്യാപരിച്ച ഈ കമ്പോള സിനിമാ ലോകത്ത്, ആ ഇൻഡസ്ട്രിക്കകത്തൊക്കെ ഞാനീ പറയുന്ന ഈ അരാജകനുണ്ടല്ലോ, അകത്തുള്ള അരാജകൻ, അത് സമ്മർദ്ദങ്ങൾ തന്നിട്ടുണ്ടാകണം. ഈ പുസ്തകത്തിൽ അതില്ല കേട്ടോ. പക്ഷേ അതെന്താ പറയുക, ഒന്നാമത് എനിക്ക് അരാജകത്വം എന്നുള്ളതിൻ്റെ കൃത്യം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതെ, എന്നാൽ പോലും നിയമം നമ്മൾ സ്വന്തമായ നിയമങ്ങൾ ഉണ്ടാക്കുക, പാലിക്കുക, സ്വന്തം മോറൽസ് ഉണ്ടാക്കുക, അത് പാലിക്കുക. നിയമം നമുക്ക് സാധ്യമല്ല സമൂഹത്തിൽ. സ്വന്തം മോറൽസ് നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ മോറൽസ് ഇതാണ്, പൊതുവായിട്ടുള്ള മോറലല്ല. കള്ളു കുടിക്കുക എന്ന് പറയുന്നത് ഞാൻ മോറലായിട്ട് കാണുന്നില്ല. ഞാൻ മറ്റു ചില കാര്യങ്ങൾ അതേസമയം മോറലായിട്ട് കാണുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ അതിനെയാണോ ഗോപാലകൃഷ്ണൻ അരാജകത്വം എന്ന് ഉദ്ദേശിക്കുന്നത്? അതാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ എനിക്ക് സമ്മർദ്ദം ഉണ്ടാകാത്തതിൻ്റെ ഒരു കാര്യം ഞാനിതെല്ലാം മനസ്സിൽ വെക്കാതെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കണം. അത് വേറെ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഭാഗം ഈ മഹാജനെ കുറിച്ചുള്ള ഒരു നമ്മളങ്ങോട്ട് വരുന്നുണ്ട്. അതെ, അപ്പോൾ അതായിരിക്കും ഒരു കാര്യം, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ടിൻ്റെ കുറച്ച് ഭാഗം വേണുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹരീഷ് ഇന്നലെ ഈ പാട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഹരീഷിനോട് പറഞ്ഞു, ഞാൻ ഈ പാട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പുസ്തകത്തിൽ സത്യജിത്രയുടെ കല എന്നൊരു ലേഖനമുണ്ട്. നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിൻ്റെ ചരിത്രമാണ് ഈ ലേഖനം. സാധാരണ രവീന്ദ്ര ഗീതങ്ങൾ പാടുന്ന ഹേമന്ത് മുഖർജിയും ദേവബ്രത് വിശ്വാസും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് രവീന്ദ്ര സംഗീതം അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ പാടാറില്ലാതിരുന്ന ഹിന്ദി ചലച്ചിത്ര ഗായകൻ കിഷോർ കുമാറിനെ കൊണ്ട് ആ ഗാനം പാടിക്കുവാൻ സത്യജിത്രയെ തീരുമാനിച്ചതിനെക്കുറിച്ചാണ് വേണു പ്രധാനമായും ഈ ലേഖനത്തിൽ പറയുന്നത്. വേണു 1970-കളുടെ ആദ്യം നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കോട്ടയം നഗരത്തിൽ നാഗമ്പഴത്തെ റോയൽ തിയേറ്ററിൽ ആദ്യമായി ഒരു സത്യജിത്ര സിനിമ കാണുന്ന കാര്യവും ഈ ലേഖനത്തിൽ ഓർത്തെടുക്കുന്നുണ്ട്. CN ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ നവരംഗം ഫിലിം സൊസൈറ്റിയായിരുന്നു ആ സിനിമ പ്രദർശിപ്പിച്ചത്. കിഷോർ കുമാറിൻ്റെ യഥാർത്ഥ പേര് അഭാസ് കുമാർ ഗാംഗുലി എന്നാണ്, ബംഗാളിയാണ്. പക്ഷേ വളരെ ചെറുപ്പത്തിലെ തന്നെ ബോളിവുഡിൻ്റെ ഭാഗമായിട്ട് കിഷോർ കുമാർ മാറുകയായിരുന്നു. ഈ ലേഖനത്തിൽ 2 പേരാണ് ദീപഗോപുരങ്ങളായിട്ട് നിൽക്കുന്നത്, ഒന്ന് സത്യജിത്രയും 2 കിഷോർ കുമാറും. അതിൻ്റെ അവസാന ഭാഗം മാത്രം ഞാനൊന്ന് വായിക്കാം. സർവസന്നാഹങ്ങളുമായി ബോംബെയിലേക്ക് പോയ സത്യജിത്രയെ തിരിച്ചു വന്നത് നിരായുധനായിട്ടു മാത്രമല്ല, കൂടുതൽ നിർഭയനായിട്ട് കൂടിയായിരുന്നു. രവീന്ദ്ര സംഗീതത്തിൻ്റെ ദൃഢപാരമ്പര്യ മൂല്യങ്ങളെ നോവിക്കാതെ തന്നെ അതിനെ മെരുക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസവും ആത്മവിശ്വാസവും ചാരുലതയിൽ
ചാരുലതയിൽ ഉടനീളം സത്യജിത്രയെ കാണിച്ചിട്ടുണ്ടെന്ന് റേയിൽ വിശ്വസിക്കുന്നവർ പറയുന്നു. സിനിമ സംവിധായകൻ്റെ കലയാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ കൃത്യം ഉത്തരം അറിയില്ല. എന്നാൽ സിനിമ സത്യജിത്രയുടെ കലയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് വേണുവിൻ്റെ വാചകം. ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോൾ വേണു എന്നോട് പറഞ്ഞു കിഷോർ കുമാറാണ് മഹാഗായകനെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്? സംഗീതത്തിൽ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ, സംസാരിച്ച് പരിചയമില്ല, അറിയാൻ വയ്യ. എന്നാലും എനിക്കിഷ്ടം കിഷോർ കുമാറിൻ്റെ പാട്ടുകളായിരുന്നു ചെറുപ്പം മുതൽ. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സംഗീതത്തിലൊക്കെ ഭാവം എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുകയും അതിപ്രസരമില്ലാതെ ചെയ്യുകയും സന്തോഷമായിട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ എത്ര കേട്ടാലും മടുക്കലോ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ അധികം കേൾക്കാറില്ല, എന്നാലും അതുകൊണ്ടാണ് എനിക്ക് കിഷോർ കുമാറിനോട് എനിക്ക് വളരെ താല്പര്യമുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില വളരെ ലൈവ്ലി ആയിട്ടുള്ള ചില ബനാറസി വാല എന്നൊക്കെ പറഞ്ഞ പാട്ട് ആര് പാടും വേറെ അത്. ഹിന്ദി ചലച്ചിത്ര ഗാന പ്രണയികളുടെ അവിടെ വളരെ കൃത്യമായ 2 സംഘങ്ങൾ തന്നെയുണ്ട്, ഫാൻ ഗ്രൂപ്പ് തന്നെയുണ്ട്. മുഹമ്മദ് റാഫിയാണ് വലിയ ഗായകൻ എന്ന് പറയുന്നതും കിഷോർ കുമാറാണ് വലിയ. ഞാൻ ഒരളവ് വരെ വേണുവിൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നയാളാണ്. കിഷോർ കുമാറിൻ്റെ സ്പോണ്ടേനിറ്റിയും ആ ഭാവ ശൈലിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനും കിഷോർ കുമാറിനെ ഒരുപക്ഷെ റാഫിയേക്കാൾ ഒരു പിടി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിലൊന്ന് വലിയ സിനിമാറ്റോഗ്രാഫറായിരുന്ന മഹാജനെ കുറിച്ച് ഉള്ളതാണ്. അതിൽ വേണു എന്ന സിനിമാറ്റോഗ്രാഫർക്കും ബാധകമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ ഒന്ന് വായിക്കുകയാണ്. ഈ പുസ്തകം ഇവിടെയുണ്ട്. തീർച്ചയായും ആളുകൾ വാങ്ങിക്കേണ്ടതും വായിക്കേണ്ടതുമായ ഒരു മലയാള പുസ്തകമാണ് ഇത്. ഞാൻ DC ബുക്സിൻ്റെ കമ്പോള താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ല, വളരെ നല്ലൊരു പുസ്തകമാണ്. എൻ്റെ കമ്പോള താല്പര്യം മറക്കരുത്. ആദ്യ സിനിമയ്ക്ക് തന്നെ ദേശീയ അവാർഡ് നേടിയ അപൂർവം ക്യാമറാമാൻമാരിൽ ഒരാളായിരുന്നു മഹാജൻ. KV ആനന്ദാണ് ഓർമ്മ വരുന്ന മറ്റൊരാൾ. മഹാജൻ ഒരിക്കൽ പോലും ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള സിനിമയിൽ അഭയം തേടിയ ആളല്ല. ഒരു വിഭാഗം സിനിമയും തനിക്ക് അന്യമല്ല എന്ന് തൻ്റെ സിനിമാ ജീവിതത്തിൽ ഉടനീളം കാണിച്ചു കൊടുത്തിരുന്ന ആളായിരുന്നു മഹാജൻ. തട്ടുപൊളിപ്പൻ ബോളിവുഡ് ചിത്രങ്ങൾ തുടങ്ങി മധ്യ സിനിമയോ അർദ്ധമധ്യ സിനിമയോ നവതരംഗ സിനിമയോ ആർട്ട് ഹൗസ് സിനിമയോ അല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്ത മറ്റേതെങ്കിലും തരം സിനിമയോ ഒന്നും അദ്ദേഹത്തിന് അപരിചിത മേഖലകളായിരുന്നില്ല. ഓരോ സിനിമയ്ക്കും ആ സിനിമ അർഹിക്കുന്ന പ്രാധാന്യം മാത്രമേ കൊടുക്കാവൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഓരോ സിനിമയും ഒരു ക്യാമറാമാനോട് ആവശ്യപ്പെടുന്നത് ഒരേ കാര്യങ്ങളല്ല എന്നും അത് മനസ്സിലാക്കി വേണം സിനിമയിൽ ഒരു ക്യാമറാമാൻ പ്രവർത്തിക്കാൻ എന്നും അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഉത്തമ വിശ്വാസമാണ് അവിശ്വസനീയമായ വ്യത്യസ്തതയുള്ള പല ചിത്രങ്ങളും അനായാസം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. മഹാജൻ ചെയ്ത എല്ലാ സിനിമകളും അവയുടെ സംവിധായകരുടെ പട്ടികയും കണ്ടാൽ ആർക്കും ഇത് ബോധ്യമാകും. മണി കൗൾ, KG ജോർജ്, ജോൺ എബ്രഹാം, G അരവിന്ദൻ, ബുദ്ധദേവദാസ് ഗുപ്ത, പമേല ബ്രൂക്സ്, MT വാസുദേവൻ നായർ, കെന്നത്ത് ഗ്രിഫിത്ത്, പത്മരാജൻ, ഭരതൻ, ഫാസിൽ, ഇങ്ങനെ ചലച്ചിത്ര ലോകത്തെ വിപരീത ധ്രുവങ്ങളുമായി സഹകരിച്ച ഒരു വിവിധ ധ്രുവ കരടിയാണ് വേണു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്ങനെ പ്രതികരിക്കും? പ്രതികരിക്കാം. അതായത് കരടിയുടെ കാര്യം പിന്നെ പറയാം. പിന്നെ ഈ ലിസ്റ്റ് കേട്ടാൽ ഭയങ്കര ലിസ്റ്റ് പോലെ നമുക്ക് തോന്നും. പക്ഷേ സത്യത്തിൽ നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒന്നാമത് ക്യാമറമാന്മാരുടെ എണ്ണം കുറവ്, ആലോചിക്കണം, വളരെ കുറവാണ്. ഇന്നുള്ളതിൻ്റെ 10 പോലും വന്നില്ല. പിന്നെ നമ്മളിങ്ങനെ എല്ലാം കണക്ഷനിലും കോൺടാക്റ്റിലും ഒക്കെയാണ് പോകുന്നത്. ഒരാൾ ഒരു സിനിമ നന്നായി നടത്തിയ ആളെ ചിലപ്പോൾ വിളിച്ചെന്നിരിക്കും, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഈ 2 തരം സിനിമകൾ അല്ലെ 3 തരം അല്ലെ പലതരം സിനിമകൾ എന്ന് പറയുന്നതിൽ ഒരു പരിധി വരെ ഇപ്പോൾ ബാഹ്യമായ സത്യം ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ സെയിമാണ്. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് എന്താ പറയണ്ടേ ഫിലോസഫി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒന്നേ ഉള്ളൂ. സിനിമയുടെ ഭാഷ ഒന്ന് തന്നെയാണ്. പലരത് പല രൂപത്തിൽ ഉപയോഗിക്കുന്നു.
ഇപ്പോൾ സിദ്ദിഖ് ലാൽ സിനിമയുടെ ഭാഷ ഉപയോഗിക്കുന്ന പോലെ അല്ല തീർച്ചയായിട്ടും കെ ജി ജോർജോ പന്തുരാജനോ അല്ലെങ്കിൽ മണിക്കോളോ ഉപയോഗിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒരു ഭാഷയുടെ തന്നെ വിവിധ സംസാര രീതികളാണ്. നമ്മൾ ലോക്കൽ ഡയലക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ് പലരും ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ സിനിമ എന്ന് പറയുന്നത് ഭാഷ, സിനിമയുടെ ഭാഷ എല്ലായിടത്തും കോമൺ ആണ് ഈ സിനിമകൾക്കെല്ലാം. ഉദാഹരണത്തിന് ഞാൻ മാത്രമല്ല, പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പഠിക്കുന്ന ഒരു കാര്യം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമ ഉണ്ടാക്കുന്നവരുടെ സിനിമകൾ ഉപയോഗിച്ചെന്ന് വരും. ഇവിടുന്ന് പഠിക്കുന്ന ഒരു കാര്യം അവിടെ ഉപയോഗിച്ചെന്ന് വരും. ഇതൊന്നും ഇവരൊന്നും അറിയാറൊന്നുമില്ല. അപ്പം അത് അങ്ങനെ കാണുകയാണെങ്കിൽ അതത്ര ബുദ്ധിമുട്ടല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമ്മുടെ കൂട്ടുകാരോടൊക്കെ, പലതും ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് നമ്മുടെ ഒന്നും കഴിവൊന്നുമില്ല. ഞാൻ വെറുതെ ഇത് പറയുന്നതല്ല, എളിമ പറയുന്നതല്ല. ഭാഗ്യം വലിയ ഫാക്ടറാണ്. അപ്പം എനിക്ക് ഇത്രയൊക്കെ ആളുകളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഏറ്റവും കുറഞ്ഞ 50% ഭാഗ്യം, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരാളുടെ രീതി അല്ലെ വേറൊരാളുടെ രീതി, നമുക്കങ്ങനെ സ്വന്തമായ രീതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ രീതി എടുക്കാൻ നമുക്ക് കുറച്ച് എളുപ്പമാണ്, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതൊക്കെ ഞാൻ ഈ എഴുതി വെച്ചത് ഈ മഹാജൻ സാറിനെ പറ്റി ഞാൻ എഴുതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഇങ്ങനെ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ എല്ലാ കൊല്ലവും ആർത്തിയോടെ നോക്കിയിരുന്നൊരു വിസിറ്റാണത് അദ്ദേഹത്തിൻ്റെ. അപ്പം അത് ഞാൻ അധ്യാപകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മഹാജനെ എന്ന അധ്യായത്തിലെ അവസാന ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കണം എന്നെല്ലാം യുവവൈദ്യൻ വളവള എന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. അസുഖമായിട്ട് അവസാന കാലത്ത് നെടുമങ്ങാട് ഒരു ആയുർവേദ ഒരു ആശുപത്രിയിൽ വന്ന് മഹാജൻ വേണു കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഉപദേശിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കണം എന്നെല്ലാം യുവവൈദ്യൻ വളവള എന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. വൈദ്യൻ്റെ മുൻപിൽ നിശബ്ദനായി തുറിച്ചു നോക്കിയിരുന്ന മഹാജൻ സാബിൻ്റെ ചുണ്ടിലെ കോണിലെ പരമപുച്ഛം വൈദ്യൻ കണ്ടില്ലെങ്കിലും ഞാനത് കണ്ടു. ഈ വൈദ്യൻ അറിയില്ല തൻ്റെ മുൻപിലിരിക്കുന്ന ഈ മനുഷ്യൻ ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടാത്ത ഒരാളാണെന്ന്. ജീവിതത്തിൽ ഒരു കാര്യത്തിനും ഒരു പരിധിക്കപ്പുറം യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത ആളാണെന്ന്. ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തൻ്റേടികളിൽ ഒരാളാണെന്ന്. എൻ്റെ വ്യക്തി സൗഹൃദ വലയത്തിൽ വലിയൊരു തൻ്റേടിയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. അതെ, അതെനിക്കറിയാം. എങ്കിലും ഇങ്ങനൊരു അവസരം ഈ പുസ്തകത്തിനെക്കുറിച്ച് സംസാരിക്കാൻ DC ബുക്സ് തന്നതിന് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ചേർന്ന് 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബോംബെ വിമാനത്താവളത്തിൽ നടൻ ഗോപിയെ സ്വീകരിക്കുവാൻ പോയ കഥ പറയുന്ന മനോഹരമായ ഒരു അധ്യായം പുതിയ ഗോപി എന്ന പേരിൽ ഈ പുസ്തകത്തിലുണ്ട്. അതിൽ ഗോപി വിമാനത്താവളത്തിൽ നിന്നും ആരാലും തിരിച്ചറിയപ്പെടാതെ പുറത്തേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ എക്കാലത്തെയും മോശം നടന്മാരിൽ ഒരാളായ ധർമ്മേന്ദ്ര ആരവങ്ങളുടെ അകമ്പടിയോടുകൂടി മുന്നോട്ട് പോയതിനെക്കുറിച്ച് വേണു പറയുന്നുണ്ട്. ധർമ്മേന്ദ്ര അടുത്ത കാലത്താണ് നമുക്ക് മരിച്ചത്. മുഖ്യധാര എന്ന വെട്ടിൽ വീഴാതെ മാറി നിൽക്കുന്നതിൽ, അങ്ങനെ തിരിച്ചറിയപ്പെടാതിരിക്കുന്നതിൽ ഒരാഴവും ആഹ്ലാദവുമില്ലേ? അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഉണ്ടാവും, അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് അതുണ്ടാവണം എന്നുള്ള ആഗ്രഹമായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്, അല്ലേ? ഞാനൊരിക്കലും അത് ഒരു അവാർഡിനെ പറ്റി പറഞ്ഞപ്പോൾ, അവാർഡൊക്കെ അങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ കേട്ടയാൾ എന്നോട് പറഞ്ഞ മറുപടി, അത് തനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ടല്ലേ താൻ പറയുന്നതെന്ന്. അത് സത്യമാണ്. അപ്പം നമ്മൾക്കിത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അത് കാര്യമില്ലെന്ന് പറയുന്നത് വളരെ എന്താ പറയണ്ടേ, ഹീനമായൊരു കമൻ്റാണ്. അതുപോലെ പിന്നെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ അല്ലാതെയും നമുക്ക് പുതിയൊരു വ്യാഖ്യാനം വേണേൽ ഉണ്ടാക്കാം. നമുക്കില്ലാത്ത സാധനം കിട്ടുന്നതാണല്ലോ. കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിന് വിലയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏത് ആർട്ട് ഫോമിലും മുഖ്യധാരയും മണിച്ചിത്രത്താഴിനെയും അമ്മയറിയാനെ ഞാൻ എടുത്തു. മണിച്ചിത്രത്താഴ് എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യധാരയും അമ്മയറിയാൻ മുഖ്യധാരയും, അല്ലെങ്കിൽ യേശുദാസും കിഷോർ കുമാറും മുഖ്യധാരയായിരിക്കാം. എന്നാൽ കേസർബായി കേർക്കറോ ശമ്മൻകുടി ശ്രീനിവാസ അയ്യർ മുഖ്യധാരയായിരിക്കണമെന്നില്ല.
മനസ്സിലായി. അപ്പോൾ അത് ഞാനീ പറഞ്ഞ ഏകദേശം ഉത്തരവിന് ശരിയായിരിക്കും. കാരണം പ്രസിദ്ധർക്കത് വളരെ എളുപ്പമാണ് മാറാൻ. മുഖ്യധാരയുടെ ഒരു പ്രധാന കാര്യം ചിലപ്പോൾ പ്രസിദ്ധിയായിരിക്കില്ലേ, കൂടുതൽ ആളുകൾ അറിയുന്നു ഇല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഓൾറെഡി പ്രസിദ്ധി കിട്ടിയവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സ്വഭാവമുള്ളവരായിരിക്കും. അങ്ങനെ ജെന്യുവൻ ക്യാരക്ടേഴ്സ് ചിലരുണ്ടല്ലോ, എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്കിതൊന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു, ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അത് അങ്ങനെയുള്ളവർക്ക് അത് ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ കംഫർട്ടിൻ്റെ ഒരു കാര്യമല്ലേ പ്രശ്നം. അതായത് നമുക്ക് എന്താണ് ഇഷ്ടം, നമുക്ക് എന്താണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അത് കിട്ടിക്കണമെന്നില്ല, എന്നാലും അത് കിട്ടിയാൽ നമുക്കതിലെ സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്, ക്വയറ്റായിട്ടിരിക്കുന്നതാണ് ചിലർക്ക് സന്തോഷം. 1989 ജവഹർലാൽ നെഹ്റുവിൻ്റെ 100ാം ജന്മവാർഷികമായിരുന്നു. അന്ന് ദൂരദർശന് വേണ്ടി ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് എന്ന ചലച്ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറായി അലൻ ബെക്കിൻഷോ എന്ന ബ്രിട്ടീഷ് സംവിധായകനോടൊപ്പം സഹകരിച്ചത് വേണുവായിരുന്നു. ഈ പുസ്തകത്തിൽ ഒരു വലിയ ദീർഘലേഖനം ആ അനുഭവത്തെക്കുറിച്ചുണ്ട്. ഈ ലേഖനത്തിൽ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഒരു പ്രണയകഥ, ഒരു ദുരന്തകഥ സമാന്തരമായിട്ട് വേണു പറഞ്ഞു പോകുന്നുണ്ട്. ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന പ്രണയവും അത് അങ്ങനെ മാത്രമായിട്ട് നിലനിൽക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികളുമൊക്കെ. സിനിമ ഷൂട്ടിങ്ങിനെ തന്നെ പ്രതികൂലമായി ബാധിച്ച ഒരു അരാജകനായിട്ടുള്ള ഒരു ജോനോയുടെ ചെയ്തികളാണിത്. അപ്പോൾ ഈ സത്യജിത്രയെക്കുറിച്ച് പറഞ്ഞ വാചകത്തിൽ നിന്ന് ഞാനൊരു ഇതെടുക്കുകയാണ്. ഈ സിനിമ സംവിധായകൻ്റെ കലയാണോ അല്ലയോ എന്നുള്ളതിന് തീർച്ചയില്ല, വേണു എഴുതിയിട്ടുണ്ട്. പക്ഷേ സിനിമ സത്യജിത്രയുടെ കലയാണ് എന്നുള്ളതിന് തീർച്ചയുണ്ട് താനും. എന്നാൽ സിനിമ നിർമ്മാണ ക്രിയയുണ്ടല്ലോ, ആ പ്രക്രിയ, സിനിമ നിർമ്മാണ പ്രക്രിയ സംവിധായകൻ്റെ മാത്രം കലയല്ലല്ലോ. അല്ല, ഒരിക്കലുമല്ല. ചിന്ത ചിലപ്പോൾ ആകാം, പക്ഷേ സംവിധായകൻ എത്ര വലിയ സംവിധായകനാണെങ്കിലും നല്ല ഒന്നാം തരം പരസഹായമില്ലാതെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. കാരണം അതൊരു ഒരു കൂടുതൽ ആളുകൾ വേണ്ട ഒരു ആർട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യുന്ന സിനിമ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം വീണ്ടും നമ്മൾ ഇത് മുഖ്യധാരയാണോ അതോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷണലായിട്ടൊരു സിനിമ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നല്ല, ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അതെ. അപ്പോൾ അത് സംവിധായകൻ്റെ കല ഒന്നാമത് പല ആളുകളും ഒരു കലാപരമായിട്ടുള്ള സഹായമല്ല പലരും ചെയ്യുന്നത്. കലാപരമായിട്ടുള്ള സഹായം ചെയ്യുന്നവരുണ്ട്, അതല്ലാതെ ഇതിൻ്റെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ ഈ ഷൂട്ടിംഗ് സമയത്തുള്ളത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ടീം കാണും. അവർക്ക് അവർ പ്രൊഫഷണൽ പിന്നെ ഡ്രൈവർമാരായിരിക്കും, ഇലക്ട്രീഷ്യൻസ് ആയിരിക്കും, അങ്ങനെ പല അവരൊന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് ക്യാപിറ്റലിസം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഇത് ക്യാപിറ്റൽ കൊണ്ട് മാത്രം നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാകില്ല, അല്ല ഒന്നാം തരം ലേബർ ഫോഴ്സ് വേണം. അത് തന്നെയാണ് സിനിമയുടെ പ്രകടമായ അവസ്ഥ. എൻ്റെ പ്രിയങ്കര ലേഖനം KG ജോർജിനെ കുറിച്ച് എഴുതിയ നമ്മൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ലേഖനമാണ്. ഇതിൽ ചെറിയൊരു ഭാഗം ഞാൻ വായിക്കുകയാണ്. KG ജോർജിന് ജീവിതത്തിൽ ഒന്നും എളുപ്പമായിരുന്നില്ല. തിരിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത ഓരോ ചുവടും അദ്ദേഹം വെച്ചിട്ടുള്ളത് അടുത്ത ചുവടിനുള്ള ഇടമുണ്ടാകുമോ എന്നറിയാതെയാണ്. ആഡംബരപ്രിയനോ ധാരാളിയോ ഭാഗ്യാന്വേഷിയോ പിശുക്കനോ ആയിരുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരായിരുന്നു കണക്കുകൂട്ടലുകളും ഗൂഢാലോചനകളും കരുനീക്കങ്ങളും. സ്വന്തമായി ഒരു വീടോ ഒരു കാറുമോ പോലും ഇല്ലാതെയാണ് തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അദ്ദേഹം കഴിഞ്ഞത്. അതാണോ അദ്ദേഹം ആഗ്രഹിച്ചത് എന്നറിയില്ല. ഒരു സാധാരണക്കാരനും കുടുംബത്തിനും മാന്യമായി ജീവിക്കാനുള്ള വക ഇന്നത്തെപ്പോലെ എന്നും സിനിമ തനിക്ക് തരും എന്ന് അദ്ദേഹം നിഷ്കളങ്കമായി വിശ്വസിച്ചു. ഈ ജയം പരാജയം എന്ന ദ്വന്ദ്വത്തെ വേണു എങ്ങനെയാണ് കാണുന്നത്? ഈ KG ജോർജിൻ്റെ ആ പാരഗ്രാഫിൽ നിന്നാണ് എൻ്റെ ചോദ്യം വരുന്നത്. അതാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്. ഇദ്ദേഹം ആഗ്രഹിച്ചാണെങ്കിൽ അത് വിജയമാണ്, ആഗ്രഹിച്ചല്ലെങ്കിൽ അത് പരാജയമാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ നമുക്ക് അവിടെ എത്താൻ കഴിയുക, അല്ലെങ്കിൽ അത് കൈവശമാകുക
എന്നൊക്കെ പറയുന്നതല്ലേ നമ്മൾ വിജയമായിട്ട് കാണുന്നത്. അതെന്തായാലും ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോതാണ് വിജയം എന്ന് നമ്മൾ പറയും. ചിലർക്ക് പ്രശസ്തിയാണ് വിജയം, ചിലർക്ക് പണമാണ്, ചിലർക്ക് വേറെ ചിലതാണ്. വിജയത്തിന് പല സ്വഭാവങ്ങളുണ്ട്. പക്ഷേ ഇത് എല്ലാത്തിനുള്ളൊരു പൊതു സ്വഭാവം എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ സാധിക്കുന്നതിലുള്ള ആഹ്ലാദമാണോ വിജയം എന്നറിയാൻ വയ്യ. അല്ലെങ്കിൽ നല്ല സംതൃപ്തിയോടെ എത്താൻ പറ്റുന്നത്, നമുക്ക് കുറ്റബോധമൊന്നും ഇല്ലാതെ, ആരെയും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല എന്ന് തോന്നാതെ ഒരു കാര്യം പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അതിനെ വേണമെങ്കിൽ വിജയമായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം വിജയിച്ചായിട്ട് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബോബ് ഡിലന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വിഷയത്തെ ചുറ്റിപ്പറ്റി എഴുതിയൊരു ലേഖനമുണ്ട് അതിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന പ്രശസ്തമായ ഗാനത്തിന് വേണു ചെയ്ത സ്വതന്ത്ര വിവർത്തനം ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ഈ ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ചെയ്ത പോഡ്കാസ്റ്റിൽ ഈ ഗാനം എനിക്കാകാവുന്ന വിധം വിവർത്തനം ചെയ്ത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ വേണുവിൻ്റെ വിവർത്തനം കൂടുതൽ മനോഹരമാണ്. ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ബോബ് ഡിലൻ. കാറ്റു വീശുന്നു, ബോബ് ഡിലൻ. വഴി എത്ര വഴികളാ മനുഷ്യൻ നടക്കണം, മനുഷ്യനായ അവനെ നീ കാണും മുൻപ്. കടൽ എത്ര കടലുകൾ താണ്ടണം, വെൺപ്രാവ് ഇവൾ മണലിൻ മടിയിൽ മയങ്ങും മുൻപ്. ഇനി എത്ര വട്ടം ചിതറണം വെടിയുണ്ട, മതി മതി എന്ന് നാം പറയും മുൻപ്. ഇതിനൊക്കെ ഉത്തരം കാറ്റിലുണ്ട്, ഇവിടൊക്കെ വീശുമീ കാറ്റിലുണ്ട്. ഇനി എത്ര വട്ടം നാം മേലോട്ട് നോക്കണം, ആകാശ നീലിമയൊന്ന് കാണാൻ. ഇനി എത്ര കാതുകൾ വേണം നമുക്കിനി, മനുഷ്യൻ്റെ നിലവിളി ഒന്ന് കേൾക്കാൻ. ഇനി എത്ര മരണങ്ങൾ വേണം നമുക്കിനി, ഒരുപാട് മരണങ്ങൾ എന്ന് തോന്നാൻ. ഇതിനൊക്കെ ഉത്തരം കാറ്റിലുണ്ട്, ഇവിടൊക്കെ വീശും ഈ കാറ്റിലുണ്ട്. ഇനി എത്ര കാലം ഈ മലകൾ നിലകൊള്ളും, കടലിലേക്ക് അവ മെല്ലെ അലിയും മുൻപ്. ഇനി എത്ര കാലം ഈ മനുഷ്യർ നിലകൊള്ളും, അവരുടെ ചങ്ങല അഴിയും മുൻപ്. ഇനി എത്ര വട്ടം ഒരാൾ തൻ മുഖം മറച്ചറിയില്ല, കണ്ടില്ല എന്ന് ചൊല്ലും. ഇതിനൊക്കെ ഉത്തരം കാറ്റിലുണ്ട്, ഇവിടൊക്കെ വീശുമീ കാറ്റിലുണ്ട്. ഇത് വേണുവിൻ്റെ ശബ്ദത്തിൽ വായിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ഗൂഢോദ്ദേശം. അത് നടന്നില്ല. നന്നായി ഈ ശബ്ദത്തിൽ വായിച്ചു. ലഡാക്കിൽ നിന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാർഗോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടി വന്ന അത്യതിശയകരമായ അസ്ഥി മരവിപ്പിക്കുന്ന ഒരു അനുഭവം ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ വേണു അസാമാന്യനായ മനുഷ്യ കഥാനുഗായിയായി മാറുന്ന റോസലിൻ നടക്കുന്നു എന്ന ഒരു കുട്ടിക്കാനം കഥയും ഇതിലുണ്ട്. ഏറ്റവും അവസാനത്തെ അധ്യായം. കണ്ണ് നിറഞ്ഞു മാത്രമേ റോസലിൻ സുഖമില്ലാത്ത കുട്ടിയുമായി നടന്നു പോകുന്ന ആ കാഴ്ച നമുക്ക് വായിക്കുവാൻ കഴിയും. വേണുവിൻ്റെ ഭാഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം ഈ ചെറിയ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുവാൻ. പൊടിപ്പും തൊങ്ങലുമില്ലാത്ത, ആടയാഭരണങ്ങളില്ലാത്ത ശുദ്ധ ശരീരമാണ് ഈ ഭാഷാ ശരീരം. ഉള്ളടക്കമാണ് ഈ ഭാഷാ ശരീരത്തെ ഇത്ര സുന്ദരമാക്കി നിർത്തിയിരിക്കുന്നത്. നന്ദി വേണുവിന് ഈ വായനാനുഭവത്തിൽ. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം? ഇലക്ഷൻ പറഞ്ഞതിൽ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ലേയിൽ നിന്നുള്ള വേണുവിൻ്റെ യാത്ര. വേണു മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുത്തിട്ട് ആണ് ഒറ്റയ്ക്ക് ഈ കാർഗോ ഫ്ലൈറ്റ് പോകാൻ. ആ ഫ്ലൈറ്റ് പിന്നെ നീണ്ടുപോവുക. ആ ഫ്ലൈറ്റ് വേണുവിനെ കൊണ്ടുപോകാൻ ആരുമില്ല. വേണു തന്നെ പിന്നെ എന്തൊക്കെയോ ശ്രമം നടത്തിയിട്ട് ആ ഫ്ലൈറ്റിൽ കയറി കൂടിയതാണ്. ബാക്കി കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരെയും വിട്ട് വേണു ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. വേണു സ്വയം ഭരിച്ച ഒരു തീരുമാനം. അതുപോലെ മറ്റേ ദക്ഷിണാഫ്രിക്കയിൽ പോകാനുള്ള ഒരു കാര്യത്തിന് ആരെ മറ്റേ കൂട്ടത്തിലുണ്ടായിരുന്നു? അലൻ വേണുവിനെ ആ സിനിമയുടെ ഷൂട്ടിന് വേണ്ടി കൊണ്ടുപോകണം തീരുമാനിച്ചു. അപ്പൊ ദക്ഷിണാഫ്രിക്ക വർണ്ണവിവേചനം നിൽക്കുകയാണ്. അന്ന് ഇവിടുന്ന് പോകാൻ പറ്റൂല. ഇവിടുന്ന് പോകാൻ പക്ഷെ ഇഷ്ടംപോലെ ഇന്ത്യക്കാര്, വ്യവസായികൾ, അല്ലാത്തവരും ഒക്കെ പോകുന്നുണ്ട്.
പക്ഷെ വേണു പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. വളരെ അത് പൊളിറ്റിക്കലായിട്ട് അതായത് കനത്ത പ്രതിഫലം കിട്ടുന്ന വേണു പോയെന്ന് വെച്ചാൽ ആരും നെറ്റി വിളിക്കത്തില്ല. വേണു അവിടെ പോയെന്നറിഞ്ഞിട്ട് നമുക്ക് വല്ല പ്രശ്നമുണ്ട്? മറ്റാർക്കെങ്കിലും ഒരു പ്രശ്നം വരുമോ? വേണു എന്തിനാ ദക്ഷിണാഫ്രിക്കയിൽ പോയെന്ന് ആരെങ്കിലും ചോദിക്കും? പക്ഷേ വേണുവിന്റെ ഒരു രാഷ്ട്രീയ മനസ്സ് അതങ്ങ് വേണ്ടെന്ന് വെച്ചു. അതായത് നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യം. അതെ 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 വേണു പോകണ്ട. അതായത് വേണുവിന് ഒരു വലിയ പ്രതിഫലം കൊടുക്കാൻ പറഞ്ഞിരുന്ന ഒരു പാശ്ചാത്യ സിനിമയുടെ ക്യാമറമാനായിട്ട് ഇവിടെ പോകാൻ വേണ്ടി അവിടെ പോകുന്നോണ്ട് ദക്ഷിണാഫ്രിക്കയുടെ ഭരണവിധാനത്തെ പക്ഷെ അന്ന് ഇന്ത്യയിൽ നിന്നും പോകാൻ പറ്റൂലായിരുന്നു. അതായത് അനുവാദം ഇല്ലായിരുന്നു. പക്ഷേ ആളുകൾ പോകുന്നുണ്ടായിരുന്നു. തെറ്റായിട്ടുള്ള നിയമവിരുദ്ധമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നു. ഇന്ത്യയിൽ നിന്ന് പോകുന്നു. പക്ഷേ ഈ പൊളിറ്റിക്കൽ റീസൺസ് പോകണ്ട. ഇന്ത്യക്കാർ പോയിരുന്നില്ല. അവിടെ നിന്ന് പോകുന്നത് അവിടുന്ന് പാസ്പോർട്ട് ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, അതിലും വളരെ സന്തോഷമായി. ഇപ്പോൾ എന്താണ് വിജയം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത കാലത്തെ ഒരു വിജയം ഇന്നിപ്പോൾ ഇത് നടന്ന കാര്യമാണ്. അതുപോലെ പിന്നെ ഈ പുസ്തകം നല്ല അന്തമിട്ട പ്രൊഡക്ഷൻ, നല്ല ഞാൻ അതാ പറയാൻ വന്നത്. അത് ഈ രീതിയിൽ ഇറക്കാൻ സാധിച്ചതിൽ എനിക്ക് DC ബുക്സിനോടും DCയോടും രാംദാസിനോടും പ്രത്യേകിച്ചും. ഇവിടെ എങ്ങനെ ഉണ്ടോ? ഇല്ല, ഇവിടെ വളരെ നന്ദിയുണ്ട്. പിന്നെ ഈ പുസ്തകം വായിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരോട് വളരെ നന്ദിയുണ്ട്. ഏതായാലും താങ്ക് യു വെരി മച്ച്.